കുഴൂർ പഞ്ചായത്തിലെ CDS മെമ്പർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം വിവാദത്തിൽ. ബാങ്ക് അധികൃതർ അപമാനിച്ചെന്ന് പരാതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനം. 2 ഡോക്ടർമാർക്ക് ചുമതല. സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓരോ വകുപ്പും പണമില്ലാതെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകൾ നോക്കാം. 4300 രൂപ വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയ സംഭവത്തിൽ കുഴൂർ പഞ്ചായത്തിലെ CDS മെമ്പർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം വിവാദത്തിൽ. ബാങ്ക് ജീവനക്കാരായ 3 പേരും മറ്റു കുടുംബശ്രീ അംഗങ്ങളും വീട്ടിലെത്തി അപമാനിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത്. 2 വർഷം മുൻപാണ് HDFC ബാങ്കിൽ നിന്നും അംഗം 80,000 രൂപ ലോൺ എടുത്തത്. ഈ മാസം 19-ാം തീയതിയായിരുന്നു 4300 രൂപ അടവായി തിരിച്ചടക്കേണ്ടത്. പണം ശരിയാകാത്തതിനാൽ തിങ്കളാഴ്ച പണം തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. ബാങ്ക് ജീവനക്കാരായ 3 പേരും മറ്റു കുടുംബശ്രീ അംഗങ്ങളും അംഗത്തിന്റെ വീട്ടിൽ വരികയും ബാങ്ക് ഉദ്യോഗസ്ഥർ പരസ്യമായി അംഗത്തെ നാണം കെടുത്തുകയും ചെയ്തു എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. പുറത്തേക്ക് പോയി തിരിച്ചു വന്ന് കഴിയുമ്പോ വീട്ടില് ബാങ്കുകാരൊക്കെ വന്ന് അമ്മയായിട്ട് സംസാരിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോ ഇവര് അമ്മേനെ ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി, നാണം കടത്താൻ. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. പിന്നെ അമ്മേനെ നാണം കെടുത്തി, അവിടെ വീട്ടുകാരൊക്കെ ആയിട്ട് നാണം കെടുത്തി. അമ്മ മിനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു വരെ. ബാങ്കിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഇത് പറഞ്ഞു, തിങ്കളാഴ്ച അടയ്ക്കുക, ഇപ്പം എൻ്റെ പൈസ ഇല്ല, തിങ്കളാഴ്ച അടയ്ക്കുക, തിങ്കളാഴ്ച ഉറപ്പായിട്ട് അടയ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിന്ന് വന്നാൽ ഇപ്പോഴും പറഞ്ഞു നാളെ എന്തായാലും അടയ്ക്കുക, ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ നാളെ എന്തായാലും അടയ്ക്കുക, ഇപ്പം എൻ്റെ പൈസ ഇല്ല, നാളെ ഉറപ്പായിട്ട് അടയ്ക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ കേട്ടില്ല. പിന്നെ അവർ നാണം കെടുത്തി ആകെ ഇതാക്കി. പിന്നെ അവർ പോയി. പിന്നെ അമ്മ അവിടുന്ന് കരഞ്ഞ് നേരെ അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് ഗുളിക കഴിച്ചെന്ന് പറഞ്ഞു. തുടർന്നാണ് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് അംഗം ആത്മഹത്യക്ക് ശ്രമിച്ചത്. നിലവിൽ ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. വീട്ടില് ഈ മെഡിസിൻ ഗുളിക, തൈറോയിഡിന്റെ എന്തൊക്കെ ഗുളികകൾ കവറുകളെ കിട്ടിയാണ് കഴിച്ചാണ്. അങ്ങനെ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആള് വയ്യാണ്ട് ഇങ്ങനെ ആയപ്പോൾ വിളിച്ചത്. അപ്പം ഞാൻ ഒരു ഓട്ടം പോയി കയറുന്ന പെരുമ്പാവൂർ. ഞാൻ ഇപ്പം എത്തിയിട്ട് ഇവിടെ മാളയിൽ ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയേക്കണേ. അപ്പം ഇന്നത്തെ ഇവിടെ കിടക്കണം എന്നാണ് പറഞ്ഞേക്കണേ. BP കുറവാണ് എന്ന് പറഞ്ഞു. മീഡിയ ടൈം, മാള. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനമായി. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജൻമാരായ ഡോക്ടർ ജീന ജോസഫ്, ഡോക്ടർ മുഹമ്മദ് ഫഹാസ് എന്നിവരെ ചുമതലപ്പെടുത്തി. ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് നൽകി. പോസ്റ്റ്മോർട്ടം നിർത്തിയത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടെയാണ് പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാൻ തീരുമാനമായത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് കരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോക്കും വിവിധ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധ സമരവും നടത്തി. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെട്ടത്. പുതിയ ഡോക്ടർ ചാർജ് എടുത്തിട്ടും പോസ്റ്റ്മോർട്ടം നടന്നില്ല. പ്രതിഷേധം കനത്തതോടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജൻമാരായ ഡോക്ടർ ജീന ജോസഫ്, ഡോക്ടർ മുഹമ്മദ് ഫഹാസ് എന്നിവരെ ചുമതലപ്പെടുത്തി ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് നൽകി. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത വിധം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓരോ വകുപ്പും പണമില്ലാതെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 1,00,000 കോടി രൂപയാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത്. GST വകുപ്പ് പരാജയമാണെന്നും VD സതീശൻ ആരോപിച്ചു. കേരളത്തിന്റെ ധനപ്രതിസന്ധി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലേക്ക് തകർന്നിരിക്കുക. ഏറ്റവും രൂക്ഷമായി ഓരോ വകുപ്പ്, ഓരോ മന്ത്രിമാരുടെയും ഓരോ വകുപ്പെടുത്ത് പരിശോധിച്ചാൽ പണമില്ലാത്തത് കൊണ്ട് നിർത്തിവെക്കപ്പെട്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ബില്ല് കൊടുക്കാനുള്ളത്, എല്ലാവർക്കും ബില്ല്, ഇപ്പൊ ജലജീവൻ പദ്ധതി ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ ബില്ലാണ് പേ ചെയ്യാനുള്ളത്, കുടിശ്ശികയായിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ.
PWDയിൽ കോടിക്കണക്കിന് രൂപ. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് GSTയിൽ അമെന്റ്മെന്റ് വരുത്തി 48,000 കോടി രൂപ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കുറവ് വരും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രിയുടെ കണക്ക് 8,000-10,000 കോടി രൂപ കേരളത്തിൽ കുറവ് വരുമെന്നാണ്. എനിക്ക് ആ കണക്ക് എങ്ങനെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ പാലത്തിനു സമീപത്തു നിന്നും സ്കൂട്ടർ മോഷണം ചെയ്തു കൊണ്ടുപോയ 2 പ്രതികളെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ റിമാൻഡിലേക്ക്. മോഷണം ചെയ്ത സ്കൂട്ടർ കണ്ടെടുത്തു. വടമ കുന്നത്തുകാട് അഴീക്കോട്ടുകാരൻ വീട്ടിൽ രാഹുൽ, പുത്തഞ്ചിറ കോവിലത്തുകുന്ന് അടിയാനിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഫസൽ എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശി, SI ബെന്നി, SCPO അനീഷ്, CPOമാരായ സാബിർ, ഹരികൃഷ്ണൻ, നിനൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മാള കോട്ടയ്ക്കൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വാർഷികം ആഘോഷിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഇനിയും തുടർന്ന് നല്ല നല്ല മൂല്യങ്ങളിലേക്ക് എത്താൻ, സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു കൂട്ടായ്മയിലൂടെ SLC ആയാലും +2 ആയാലും ഉന്നത വിജയം കരസ്ഥമാക്കി ഒരു ആദരണീയം നിങ്ങൾക്ക് തരുന്നത്. മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് തന്നെ നമുക്ക് പോകേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പരമേശ്വരൻ ചേട്ടൻ 50 വർഷങ്ങൾക്ക് മുൻപ് അടിയന്തരാവസ്ഥ കാലത്ത് ഒട്ടനവധി പോലീസ് മർദ്ദനം ഏറ്റുകൊണ്ട് ജയിൽവാസം അനുഭവിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ്. നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന നന്മകളുടെ ഒരു ഭാഗമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച്, പീഡനങ്ങൾ അനുഭവിച്ച്, അവരുടെ ജീവൻ നോക്കാതെ മറ്റുള്ളവരുടെ ജീവനെ വില കൽപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഓരോ വ്യക്തികളും നാടിന്റെ അഭിമാനമാണ്. കമ്പനി ചെയർമാൻ TK രാജൻ അധ്യക്ഷത വഹിച്ചു. KV ശശികുമാർ, CM സരിൻ, CG മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അടിയന്തരാവസ്ഥ പോരാളി PK പരമേശ്വരനെയും SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചാരണ ജാഥയ്ക്ക് മാളയിൽ സ്വീകരണം നൽകി. ചാലക്കുടി ഏരിയ സെക്രട്ടറി ഹാഷിം അമ്പാടൻ അധ്യക്ഷത വഹിച്ചു. ബഷീർ തെക്കത്ത്, NB മോഹനൻ, താജുദ്ദീൻ അയ്യാലിൽ, ശാലിനി രാമകൃഷ്ണൻ, MK ഹക്ക്, KA ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി ക്ഷേമനിധി ബോർഡിലേക്ക് കേന്ദ്രവിഹിതം അനുവദിക്കുക, തിരിച്ചു വന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജാഥ സംഘടിപ്പിച്ചു. തിരിച്ചു പോരുമ്പോൾ ഒരു വലിയ വാഹനത്തിന് ഞങ്ങൾ ബൈക്ക് റാലിയോട് കൂടിയിട്ട്, അകമ്പടിയോട് കൂടിയിട്ട് തന്നെ ഇവിടെ എത്തിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ 4 ഏരിയ കമ്മിറ്റികളുടേതായിട്ടുള്ളൊരു സ്വീകരണം തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും നല്ല സ്വീകരണങ്ങൾ ഞങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ ഒരു ജാഥ പ്രയാണം നടത്തുന്നത്. ഈ ഒരു വാഹന പ്രചരണ ജാഥയുടെ ഉദ്ദേശം നമ്മൾ ഒക്ടോബർ 7-8 തീയതികളിൽ നടത്തുന്ന രാപ്പകൽ സമരത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രചരണം എന്ന രീതിയിലാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഒരു പബ്ലിസിറ്റി എന്ന രീതിയിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രചരണം എന്നിവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും അത് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മളുടെ ഇവിടെ ഈ തടിച്ചുകൂടിയ ജനാവലി കാണിച്ചിരിക്കുന്നത്. ലോക വയോജന ദിനത്തിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സൗഹൃദ മേള സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം, വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകല്, വയോജനങ്ങൾക്ക് യോഗ പരിശീലനം, വയോജന സൗഹൃദ മേള, വയോജനങ്ങൾക്ക് സായാഹ്ന പാർക്ക്, ഈ പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സായാഹ്ന പാർക്കുകൾ പണി ആരംഭിച്ചിട്ടുള്ളൂ. യോഗ പരിശീലനം നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ചാണ് നടത്താമെന്ന് തീരുമാനിച്ച് അവിടെ മെയിൻ്റനൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് നടത്താൻ സാധിക്കുള്ളൂ. 2025-26 ആകെ തുക നമ്മൾ വെച്ചേക്കുന്നത് 15,04,000 രൂപയാണ് വയോജനങ്ങൾക്കായി നമ്മൾ വെച്ചേക്കുന്നത്. ഓരോ വർഷവും നമ്മൾ തുക വെച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട മാർഗരേഖയിൽ പറയുന്നതനുസരിച്ച് നമ്മൾ തുകകൾ വെക്കുകയും ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വെച്ചേക്കുന്നത് 50,87,148 രൂപ നമ്മൾ ഇതുവരെ വയോജനങ്ങൾക്കായി മാള പഞ്ചായത്തിന്റെ ഭരണസമിതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു. നബീസത്ത് ജലീൽ, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ, GR ശാന്തി, KG സുരേഷ് കുമാർ, VK അംബിക തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC കുളൂർ പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. അസംഘടിതമായ തൊഴിലാളി വിഭാഗത്തിന് ഒരു സംഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചതിന് ഒരു പാരമ്പര്യം കൂടുതലുണ്ട്. എന്തിനാണ് തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ തൊഴിലാളി വർഗത്തിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനു വേണ്ടി അവർക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ നിശ്ചയ സമയത്തിന് ലഭിക്കുന്നതും അവരുടെയൊക്കെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ സംഘടന. കർഷക തൊഴിലാളിയായാലും നിർമ്മാണ തൊഴിലാളിയായാലും മേഖല ആ മേഖലയൊക്കെ സംഘടിപ്പിക്കുന്നു. ജനറൽ സെക്രട്ടറി ND പോൾസൺ അധ്യക്ഷത വഹിച്ചു. സാജൻ കുടിയൻ, OJ ജനീഷ്, VV അന്തോണി, ആൻഡപ്പൻ പാറാശ്ശേരി, ജോസ് കല്ലറയ്ക്കൽ, AC ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് വർണ്ണാഭമായ സമാപനം. 3 ആഴ്ച നീണ്ടുനിന്ന കലാകായിക മത്സരത്തിൽ വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി. സർഗദ കോഴിക്കോട് 388 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്നേഹഹസ്തം പരിപാടിയുടെ ഭാഗമായി കേരള വനം വന്യജീവി വകുപ്പ് വാഴച്ചാലിൽ വിവിധ ആരോഗ്യ വകുപ്പുകളുമായി സംയോജിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാഴച്ചാൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുരേഷ് ബാബു IS അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റിജേഷ് KK ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ ഹേമ ഫ്രാൻസിസ് വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർ അബ്രഹാം മാത്യു, ഡോക്ടർ നിവിൻ മാർട്ടിൻ, ഡോക്ടർ P കരുണദാസ്, ഡോക്ടർ കിരൺ ജേക്കബ്, ഡോക്ടർ ബിനോ ബെഞ്ചമിൻ എന്നിവർ സംസാരിച്ചു. വിവിധ ഉന്നതികളിലെ മൂപ്പന്മാർ, ഫോറസ്റ്റ് ജീവനക്കാർ, ആരോഗ്യ ആശാപ്രവർത്തകർ, വനസംരക്ഷണ അംഗങ്ങൾ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചാലക്കുടി ലയപ്രിയ നൃത്തസംഗീത വിദ്യാലയത്തിന്റെ 18ാം വാർഷികം തെക്കേടത്ത് ശങ്കരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ അന്നമനട ബാബുരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കലാരംഗത്തെ മികച്ച പ്രവർത്തനങ്ങളെ പരിഗണിച്ച് തുമ്പൂർ സുബ്രഹ്മണ്യൻ, കലാഭവൻ ജോയ്, MV സംവേദ എന്നിവരെ ആദരിച്ചു. അന്നമനട സുരേഷ്, KM ഹരിനാരായണൻ, വിൽസൺ പള്ളത്ത് എന്നിവർ സംസാരിച്ചു. ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ NDA സഖ്യം വൻ മുന്നേറ്റം നടത്തുമെന്ന് ജില്ലാ സൗത്ത് സോൺ പ്രസിഡന്റ് PK രവീന്ദ്രൻ പറഞ്ഞു. BDJS ജില്ലാ സൗത്ത് സോൺ പ്രസിഡന്റായ ശേഷം കൊടുങ്ങല്ലൂരിൽ ആദ്യമായി സംഘടിപ്പിച്ച ജില്ലാ നേതൃയോഗത്തിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി മണ്ഡലങ്ങളിലെ വാർഡ് കമ്മിറ്റികൾ ദ്രുതഗതിയിൽ പുനഃസംഘടിപ്പിക്കും. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ ഹാളിൽ നടന്ന നേതൃത്വ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി AB ജയപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, CD ശ്രീലാൽ, ദിനിൽ മാധവ്, KD വിക്രമാദിത്യൻ, അനിൽ ചാലക്കുടി, ചന്ദ്രൻ, അനീഷ് P കടവിൽ എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. കയ്പമംഗലം MLA T ടൈസൺ അനുവദിച്ച 1,20 ലക്ഷം രൂപയും ബാക്കി തുക ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. T ടൈസൺ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, സുഗത ശശിധരൻ, വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, വികസന ചെയർമാൻ KA അയൂബ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത 66 ചന്ദ്രാപിനിയിൽ ചരക്ക് ലോറി മറിഞ്ഞു. പെരുമ്പാവൂരിൽ നിന്നും പൂനെയിലേക്ക് പ്ലൈവുഡുമായി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ഇന്ന് രാവിലെ 9 മണിയോടെ ചന്ദ്രാപിന്നി സെന്ററിന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. പ്ലൈവുഡ് കെട്ടിയ കയർ പൊട്ടി ലോഡ് ഒരു വശത്തേക്ക് ചരിഞ്ഞതോടെയാണ് ലോറി നിയന്ത്രണം വിട്ടതെന്ന് പറയുന്നു. റോഡിലെ ഇലക്ട്രിസിറ്റി പോസ്റ്റും ഒരു വ്യാപാര സ്ഥാപനവും തകർന്നിട്ടുണ്ട്. ഡ്രൈവർ കൊല്ലം സ്വദേശി അനന്തവും സഹായിയുമാണ് ലോറിയിലുണ്ടായിരുന്നത്. ആർക്കും പരിക്കില്ല. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. കുളൂർ പഞ്ചായത്തിലെ CDS മെമ്പർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം വിവാദത്തിൽ. ബാങ്ക് അധികൃതർ അപമാനിച്ചെന്ന് പരാതി. മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനം. 2 ഡോക്ടർമാർക്ക് ചുമതല.
സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. ഓരോ വകുപ്പും പണമില്ലാതെ പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.